ചോദിക്കട്ടെ മുജാഹിദുകളെ, നിങ്ങളെ നാട്ടിലെ ദുന്യാവിന്റെ ഒരു വിഷയം, ആ ദുന്യാവിന്റെ വിഷയത്തിൽ ഒരാൾ രാവിലെ ഒന്നും വൈകുന്നേരം ഒന്നും പറഞ്ഞാൽ ഞങ്ങളെ നാട്ടിൽ പറയാൻ എനിക്ക് എത്ര ബാപ്യ ചങ്ങായി എന്ന് നാടന്മാർ ചോദിക്കും. നമുക്ക് ചോദിക്കാൻ പറ്റൂല. ഞങ്ങളുടെ നാട്ടില് ആരാ? ഞങ്ങള് മമ്പാടിന്റെ നാട്. മമ്പാട്ടുകാർ തൽക്കാലം ക്ഷമിച്ചാളി. ഓനോന്റെ നാടിനെ പറ്റി പറയണെന്നറിയോ? ദുനിയാവിന്റെ കാര്യത്തിൽ രാവിലെ ഒരു കാര്യം പറഞ്ഞു, വൈകുന്നേരം തിരുത്താൻ പാടില്ലത്രേ. അങ്ങനെ തിരുത്തിയ ഓന്റെ നാട്ടിൽ ചോദിക്കത്രേ എനിക്ക് എത്ര ബാപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും സംസ്കാര ശൂന്യരായ ഒരു ജനതയാണ് ഓന്റെ ചുറ്റുവട്ടത്തിലുള്ളത് നാം പറയുന്നത്. ഓൻ അവര് കയറി തല്ലണ്ടേ? നിങ്ങൾ നോക്ക്, ഒരു ശാസ്ത്രകാരന്റെ ഗവേഷണം ദുനിയാവിന് വേണ്ടിയാണ്. അത് തെറ്റായി പോയിട്ടുണ്ട്. പിന്നെ കുറെ കാലം കഴിഞ്ഞ് തിരുത്തിയിട്ടുണ്ട്. ദുനിയാവിലൊരു കണ്ടെത്തൽ അത്ര ശരിയല്ല എന്ന് തോന്നിയാൽ വൈകുന്നേരം തിരുത്തും. അതിലെന്താ തെറ്റ്? ഇവനിത് എന്തിനാ ചോദിക്കണെന്നറിയോ? ഇവനിത് ചോദിക്കുന്നത്, ഞാൻ എൻ്റെ 2 ക്ലിപ്പ് ഇട്ടു. 2 ക്ലിപ്പിൽ ഒന്ന് നബിയുടെ ആധാറുകൾക്ക് ബർക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞൊരു പ്രസംഗം. നബിയുടെ മുടി, ആ മുടിക്ക് ബർക്കത്തില്ല എന്ന് ഞാൻ ചെയ്തൊരു പ്രസംഗം. അത് ഞാൻ ചെയ്തതാണ് പൂനൂര് എൻ്റെ നല്ല യൗവന കാലഘട്ടത്തിൽ. എനിക്ക് ആ വിഷയത്തിൽ അറിവ് വന്ന് കിട്ടാത്ത കാലത്ത്. ശരിക്കും ശ്രദ്ധിച്ചോ മോനെ, ഈ ഭാഗം ഒരു പ്രത്യേക ക്ലിപ്പാക്കി വിട്ടേക്കണ്ടേ. എനിക്ക് ആ വിഷയത്തിൽ അറിവില്ലാത്ത കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ വിഷയത്തിൽ അറിവ് വന്നതിന് ശേഷം ഞാൻ തിരുത്തിയിട്ടുണ്ട്. അതെന്റെ ഈമാനാണ്. അള്ളാന്റെ ഖുർആൻ ജീവിതത്തിൽ നീ വായിക്കാത്തത് കൊണ്ട് നീ ഉസ്താദ്മാരെ വിളിച്ച് സഖാഫത്ത് ദുനിയ എന്ന ആയത്തിന്റെ കഷ്ണം എഴുതി വാങ്ങുമ്പോ ഞാനതിന്റെ ഫുള്ള് ഓതിയായിരുന്നു. നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം അതാ. അതെന്താ? അള്ളാന്റെ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് നമ്മളിതിൽ പഠിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഞാൻ പറയാം. ഇവിടെ വിഷയം വിശുദ്ധ ഖുർആന്റെ 3-ാം അധ്യായം 135-ാമത്തെ വചനം. അത് പറഞ്ഞിട്ടേ വിശ്ചരിക്കാം. ഈ വചനങ്ങൾ ഒരിക്കലും മറക്കരുത്. വേറെ പ്രസ്ഥാനത്തു നിന്നൊന്നും ഇത് കേൾക്കാൻ കഴിഞ്ഞോണമെന്നില്ല. വല്ലദീന അൽഹംദുലില്ലാ വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ് വസ്തഗ്ഫിറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലു വഹും യഅലമൂൻ. എന്താ പറയുന്നത് അറിയോ? അറിഞ്ഞുകൊണ്ടൊരു മുഅ്മിൻ തെറ്റിൽ നിൽക്കൂല എന്ന്. ഒരു മുഅ്മിന്റെ ക്വാളിറ്റി എന്താണ്? ഒരു കാലത്ത് അറിവ് കേടുകൊണ്ട് പറഞ്ഞു പോയത്, മറ്റൊരു കാലത്ത് അറിവ് വന്ന് പോയാൽ തിരുത്തി. അപ്പൊ അള്ളാഹ് പറയാണ് ഓനുള്ളതാണ് സ്വർഗം എന്ന്. അള്ളാഹ് സ്വർഗം ആയിരിക്കാന്ന് വിശദീകരിക്കുകയാണ്. മമ്പാടെ ഖുർആൻ കണ്ടിട്ടില്ലാത്ത മമ്പാട്ടുകാരാ, ഖുർആൻ കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത വ്യക്തിയെ നീ ഓത് ഖുർആനില്. ഒരു തെറ്റ് പറ്റിയ നിന്നെ പോലെയല്ല, ഒളിവിലും മറവിലും നീ ചെയ്തു കൂട്ടുന്ന പരാക്രമമുണ്ടല്ലോ, അതുപോലെ അല്ല ഞങ്ങൾക്ക് തെറ്റുപറ്റിയാൽ ഞങ്ങളത് തിരുത്തും. ഞാൻ തിരുത്തിയിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് അക്ലിപ്പിട്ടിട്ട് ഇവൻ എന്താ പറയുന്നത്? ദുനിയാവിന്റെ കാര്യത്തിൽ രാവിലൊന്നും വൈകുന്നേരമൊന്നും പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ നിനക്കെത്ര ബാപ്പയുള്ളതെന്ന് ചോദിക്കും. ഈ ചോദ്യം നബി ജീവിച്ചിരുന്നെങ്കിൽ, എന്ന് ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചോളി, ഈ ചോദ്യം അള്ളാന്റെ റസൂല് ജീവിച്ചിരുന്നെങ്കിൽ, സഹോദരങ്ങളെ, സമസ്തക്കാരെ, ഇവന് നിങ്ങൾ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ ആപത്താണ്. ഇവൻ നബിയാണ് ചീത്ത പറഞ്ഞത്. കാരണം എന്താ? ദുനിയാവിന്റെ കാര്യത്തിൽ ഒരു നബി ഒരു അഭിപ്രായം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ആ അഭിപ്രായം നബി തിരുത്തി. എന്താ അഭിപ്രായം? ഇവൻ ദീൻ പഠിക്കാറില്ല. ദീൻ പഠിച്ചവരുടെ മുമ്പിലാണ് വന്നിട്ട് കളകള പറയുന്നതും കൂടി ഓർത്താൻ നല്ലതാ. റസൂലുള്ള പറയാണ് സ്വഹാബത്തിനോട്, വലിയ കാര്യ, ചെറിയ കാര്യമൊന്നുമല്ല ദുനിയാവിന്റെ. എന്താ? പനകൾ തമ്മിൽ പരാഗണം നടക്കണം. പരാഗണം നടക്കണമെങ്കിൽ ഇത് തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടണം. അങ്ങനെ സ്വഹാബത്ത് ചെയ്തിരുന്നു. അത് സയന്റിഫിക്കലി പ്രൂഫ്ഡ് ആണ്. അത് ചെയ്യണം. പക്ഷെ അള്ളാന്റെ റസൂല് ദുനിയാവിന്റെ കാര്യം പറഞ്ഞപ്പോ, ദീനിന്റെ കാര്യമല്ല, ദുനിയാവിന്റെ കാര്യം പറഞ്ഞപ്പോ റസൂല് പറഞ്ഞത് ചെയ്യേണ്ടതില്ല. ശരിക്കും ചിന്തിച്ചോളെ, ചെയ്യേണ്ടതില്ല. അപ്പോ നബിയല്ലേ പറയണത്, വഹീലാളല്ലേ പറയണത്. ആ നിലക്ക് അവരതനുസരിച്ചു. പിറ്റേത്തെ വിളവെടുപ്പിലെ ഈത്തപ്പഴം കുറഞ്ഞു, ഗണ്യമായി കുറഞ്ഞു. അപ്പൊ അവര് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയെ, നിങ്ങൾ പറഞ്ഞിട്ട് അള്ളാന്റെ റസൂലല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പരാഗണം നടത്തിയില്ല. സയന്റിഫിക്കലി ഒരു തെറ്റിനെയാ പറ്റിയത്, ഒരു സംശയമില്ല നബിയെ. അതുകൊണ്ട് വിളവ് കുറഞ്ഞു പോന്നു. അപ്പൊ നബി പറയണത്,
ഞാൻ അന്ന് പറഞ്ഞു നിങ്ങൾ കാര്യമാക്കണ്ട, ഇനി നിങ്ങളങ്ങ് ചെയ്തോളീ. ദുനിയാവിൻ്റെ കാര്യമാണ്. എന്നിട്ട് റസൂല് പറയുകയും കൂടി ചെയ്തു, ദുനിയാവിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ മുതലക്കെടുക്കണ്ട, അത് മാറ്റി പറഞ്ഞു എന്ന് വരാം. അൻതും നിങ്ങളാണ്, അൻതും അലമു ബി ഉമൂരി ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിൻ്റെ കാര്യം എന്നേക്കാൾ അറിയുന്നത് നിങ്ങളാണ്. അപ്പോ ദുനിയാവിൻ്റെ കാര്യം മാറ്റി മാറ്റി പറയാം, ദീനിൻ്റെ കാര്യം ചങ്ങായി മാറ്റി മാറ്റി പറയാൻ പറ്റാത്ത. ഇനി ദീനിൻ്റെ രംഗം മാറിയതെങ്ങനെയാ? ഞാൻ അല്പം വിദ്യാഭ്യാസമുള്ളവർക്ക് ചോദിക്കട്ടെ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഖദീമായ കൗലുണ്ട്, ജദീദായ കൗലുണ്ട്. നൂറുകണക്കിന് വിഷയത്തിൽ പ്രമാണവിരുദ്ധമായി മദ്ഹബിന്റെ ഇമാമികൾ കുറച്ച് പിരീഡെങ്കിലും ജീവിച്ചിട്ടുണ്ട്. അത് അറിഞ്ഞുകൊണ്ടുള്ള നിഷേധമല്ല, അവർക്ക് കിട്ടിയ തെളിവ് വെച്ച്. ഇപ്പൊ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി കയ്യിൻ്റെയും കാലിൻ്റെയും വിരലുകൾക്കുള്ളിൽ വെള്ളം കടത്തി ഉളൂ ചെയ്യേണ്ടതില്ല എന്ന് മനസ്സിലാക്കി അത് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ യഥാർത്ഥ ഹദീസ് കാണിച്ചു കൊടുത്തു. കൈവിരലിലും കാൽവിരലിലും വെള്ളം വരണം, നനയണം, അവിടെ കൈകൊണ്ട് ഇങ്ങനെ തടവി കഴുകണം എന്ന ഹദീസ് കണ്ടപ്പോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തിരുത്തി. ഇനി ഈ മമ്പാട്ടുകാരൻ ഇമാമിങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ ഈ ദുഷിച്ചവൻ ഇവൻ അവരെ ചീത്ത പറയുമായിരുന്നു. അതുകൊണ്ട് അവരെ കാലം കഴിഞ്ഞ് ഏറ്റവും ആസുര കാലഘട്ടത്തിൽ ഇബ്ലീസിന്റെ കൂടെ നമുക്ക് പരീക്ഷണത്തിനായി മമ്പാട്ടൊരു ജന്മമുണ്ടായി.